പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 14ാമത്തെ ചാപ്റ്ററാണ് എനർജി കൺസർവേഷൻ എന്ന് പറയും. ഊർജ സംരക്ഷണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് പഠിക്കേണ്ടതില്ല. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളത് നമ്മുടെ ചാനൽ പ്ലേ ലിസ്റ്റിൽ ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഗൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് പലരിലും ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതി അർത്ഥം മലയാളത്തിൽ പറയുന്നത്. ഗൈഡുകളിലും നമ്മൾ അതേ രീതി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് എനർജി? ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് സോഴ്സ്. എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജം. എന്താണ് ഊർജ്ജം? ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് സോഴ്സ് ഓഫ് എനർജി. ഊർജത്തിന്റെ വിവിധ ഉറവിടങ്ങളും ഏതൊക്കെയാണെന്നുള്ളതാണ്. ജോലി ചെയ്യാനുള്ള പ്രാപ്തിയാണ് നമുക്ക് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യന്, കാറ്റ്, ജലം, ഇന്ധനം, അതേപോലെ തന്നെ ന്യൂക്ലിയർ ഇന്ധനം, വൈദ്യുതി, ജിയോ തെർമൽ, ഇതൊക്കെ നമുക്ക് ഊർജത്തിന്റെ ഉറവിടാണ്. രണ്ടാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദി വേരിയസ് സോഴ്സ് ഓഫ് എനർജി. ഊർജത്തെ എത്രയായി തരംതിരിക്കാം? അത് ഏതൊക്കെയാണ്? 2 ഊർജം. 2 ഒന്ന് വീണ്ടും ഉപയോഗിക്കുന്നത്, 2 വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൂര്യന്, കാറ്റ്, ജലം. അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. ജിയോ തെർമല്, ജലം, ഇതൊക്കെ വീണ്ടും ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് കിട്ടും. വീണ്ടും ഉപയോഗിക്കാനാവാത്തതാണ് എന്ത് പറയുന്നത്? ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഐറ്റാണ്. ജൈവ ഇന്ധനം, തടി, ന്യൂക്ലിയർ ഇന്ധനം, വൈദ്യുതി, ഇതൊക്കെ തീർന്നു പോകും. പിന്നെ നമ്മൾ ഉണ്ടാക്കണം. അതാണ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി. പുനരുപയോഗം ചെയ്യാൻ പറ്റുന്നതും പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്തതുമായ ഊർജത്തിന്റെ ഉറവിടങ്ങളെല്ലാം. വീണ്ടും ഉപയോഗിക്കാനാവുന്ന ഊർജ്ജ ഉറവിടമാണ് നമ്മൾ റിന്യൂവബിൾ എന്ന് പറയുന്നത്. വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളത്. സൂര്യന്, കാറ്റ്, ജലം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്നില്ല, വീണ്ടും കിട്ടും. എന്നാൽ ഉപയോഗിക്കുമ്പോഴും തീർന്നു പോകണം. ഇപ്പൊ നമ്മൾ തടി കൊണ്ടൊക്കെ കത്തിക്കുന്ന സാധനം, അതൊക്കെ തീർന്നു പോകും. പിന്നെ നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ വൈദ്യുതി, അതൊക്കെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളതിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, വി മസ്റ്റ് കൺസർവ് എനർജി ബിക്കോസ് ഓഫ് എ നമ്പർ ഓഫ് റിസൾട്ട്. വാട്ട് ആർ ദേ? വിവിധ കാരണങ്ങളാൽ നാം ഊർജം സംരക്ഷിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഡിമാൻഡ് എക്സീഡ് സപ്ലൈ. ഡിമാൻഡ് എക്സീഡ് സപ്ലൈ ആണ്. വർദ്ധിക്കുന്ന ജനസംഖ്യ, വ്യവസായവൽക്കരണം, റോഡുകളുടെ ട്രാഫിക്, വീട്, ഓഫീസ് എന്നിവയുടെ ആവശ്യം തുടങ്ങിയവ കൊണ്ട് ഊർജത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 2, എനർജി സേവ്ഡ് ഈസ് എനർജി ജനറേറ്റഡ് ആണ്. ഊർജത്തെ പാഴാക്കാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഊർജ സംരക്ഷണം വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഉള്ള ഊർജം പാഴാക്കാതെ, വേസ്റ്റ് ആക്കാതെ നോക്കുക, പിന്നെ അധികം ഉൽപ്പാദിപ്പിക്കട്ടെ. 3ാമത്തെ പറയുന്നത്, ഫ്യൂവൽ ആർ ലിമിറ്റഡ്. ഇന്ധനങ്ങൾ പരിമിതമാണ്. ഇന്ധനം ഒരു പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ ഉറവിടമാണ്, എന്നാൽ അവ വളരെ പരിമിതമാണ്. അതുകൊണ്ട് കൽക്കരി, ഗ്യാസ്, എണ്ണ തുടങ്ങിയ ഇന്ധനം സംരക്ഷിക്കണമെന്നതാണ്. അടുത്ത 5ാമത്തെ ചോദ്യം, ഹൗ ക്യാൻ കൺസർവ് എനർജി എന്നാണ്. ഊർജത്തെ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നാണ്. ഊർജത്തെ സംരക്ഷിക്കേണ്ടത് ഇന്ന് വലിയൊരു ബൗദ്ധ്യമായി മാറിയിരിക്കുകയാണ്. വീടുകളിലെയും ജോലി സ്ഥലത്തും റോഡിലുമായി ഊർജത്തെ സംരക്ഷിക്കേണ്ടത്. അതിൽ എനർജി കൺസർവേഷൻ ഹോമാണ്. വീട്ടിലെ ഊർജ്ജ സംരക്ഷണം എങ്ങനെയാണെന്നാണ്. പല രീതിയിലും നമുക്ക് ഊർജ്ജം സംരക്ഷിക്കാം, വീട്ടിൽ വെച്ച് സംരക്ഷിക്കാനാവും. അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈദ്യുതി പാഴാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
അതിനാൽ റൂമിൽ നിന്ന് ഒഴിയുമ്പോൾ ഫാനും ലൈറ്റും സ്വിച്ച് ഓഫ് ചെയ്യണം. കൂടുതൽ വൈദ്യുതി ഉപയോഗം ചെയ്യാത്ത ബൾബുകൾ ഉപയോഗിക്കുക. ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കാതിരിക്കുക. വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുമ്പോൾ ആവശ്യമുള്ളത് മുഴുവനും ഒരുമിച്ച് ചെയ്യുക. ഇന്ധനം ലാഭിക്കാനായി ISA മാർക്കുള്ള സ്റ്റൗവുകൾ മാത്രം ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ സോളാർ കുക്കർ പാചകത്തിനായി ഉപയോഗിക്കുക. പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഇന്ധനം ലാഭിക്കാം. അതേപോലെ തന്നെ കൃഷിയിടത്തിലെയും മറ്റു ജോലി സ്ഥലത്തിലെയും ഊർജ്ജ സംരക്ഷണമാണ്. കൃഷിയിടങ്ങളിൽ സാധാരണയായി ട്രാക്ടറുകൾ, ജലപമ്പ് തുടങ്ങിയ ഒരുപാട് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനം വളരെ ചുരുക്കി ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജത്തെ സംരക്ഷിക്കേണ്ടതാണ്. ട്രാക്ടറുകൾ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഡീസൽ ലീക്ക് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ എഞ്ചിൻ ഓഫാക്കി വെക്കണം. മറ്റ് ജോലി സ്ഥാപനങ്ങളിൽ ആവശ്യമില്ലാത്ത വേളയിൽ ലൈറ്റും ഫാനും ഓഫാക്കിയിട്ടാൽ ശ്രദ്ധിക്കണം. ഉപയോഗിക്കാത്ത സമയത്ത് AC, കമ്പ്യൂട്ടർ എന്നിവ സ്വിച്ച് ഓഫ് ആക്കുക. ലിഫ്റ്റുകളുടെ ഉപയോഗം കുറക്കുക. പിന്നെ റോഡുകളുടെ ഊർജ്ജ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒട്ടുമിക്ക ആളുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പെട്രോൾ, ഡീസൽ, CNG തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപയോഗം ഇത് പറഞ്ഞു. വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാം. പെട്രോളുകൾ ലാഭിക്കുന്നതിനായി വാഹനം മിനിമം വേഗത്തിൽ ഓടിക്കുക. അങ്ങനെ ബ്രേക്ക്, ക്ലച്ച് എന്നിവയുടെ ഉപയോഗം കുറക്കുക. ഇന്ധനത്തിന്റെ ലീക്കേജ് ഒഴിവാക്കുക എന്നുള്ളത്. വാട്ട് ആർ ദ എനർജി ഓപ്ഷൻസ് ഫോർ ദി ഫ്യൂച്ചർ ആണ്. ഭാവിയിലേക്ക് വേണ്ട ഊർജ്ജ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന് ബയോഗ്യാസ് ആണ്. വായുവിന്റെ സാന്നിധ്യമില്ലാതെ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. ചാണകത്തിൽ നിന്നൊക്കെ പന്നികളൊക്കെ വളർത്തുന്ന ആളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ വീട്ടിൽ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന ആളുണ്ടെങ്കിൽ അതിൻ്റെ മലിനജലങ്ങൾ, വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ബയോഗ്യാസ് ഉണ്ടാക്കാം. മീഥെയ്ൻ വാതകം ഉൾപ്പെടുന്ന ഇന്ധനം പാചകം ചെയ്യുന്നതിനും ലൈറ്റുകൾക്കുമായി ഉപയോഗിക്കുന്നു. പ്രകൃതി സൗഹാർദ്ദമായ വാതകമാണ് ബയോഗ്യാസ്. പുകയടുപ്പ് ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന ശ്വാസകോശ അസുഖങ്ങളെ തടയാൻ ബയോഗ്യാസ് അടുപ്പുകൾ സഹായിക്കുന്നതിന് ചെലവ് കുറഞ്ഞൊരു മാർഗമാണ്. പിന്നെ വരുന്നത് സൗരോർജ്ജമാണ്, സോളാർ എനർജി. തീരെ മലിനീകരണമില്ലാത്തതും ചെലവ് കുറഞ്ഞമായ മാർഗമാണ്. സൗരോർജ്ജം ഉപയോഗിച്ചുള്ള ഏറ്റവും ഫലപ്രദമായ ഉപയോഗം സൗരോർജ്ജ പാചകമാണ്. വളരെ ആഴമില്ലാത്തതും ചതുരാകൃതിയുമുള്ള ഒരു ബോക്സാണ്. അതിനുപയോഗിക്കുന്നത് അതിൻ്റെ അടിഭാഗത്തായി കറുത്ത വശം, മുകൾ ഭാഗത്തായി ഈ ഗ്ലാസ് പ്രതലവുമാണുള്ളത്. കറുത്ത വശം താപം കടത്തി വരികയും ചെയ്യുന്നു. ബോക്സിനുള്ളിൽ ഭക്ഷണം വെക്കുമ്പോൾ ഈ താപത്താൽ അവ പാകമായി മാറും. പുകയില്ലാത്തതും ഇലക്ട്രിക് ഷോക്ക്, വാതകങ്ങളുടെ ലീക്കേജ് എന്നിവ ഉണ്ടാവില്ല എന്നുമാണ് സോളാർ പാചകത്തിന്റെ ഗുണവശം. ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. മറ്റൊരു സൗരോർജ്ജ ഉപയോഗമാണ് സോളാർ ലൈറ്റ്. സോളാർ സെല്ലുകളുടെ സഹായത്താൽ സാധാരണ ദിവസങ്ങളിൽ പ്രകാശം ഇലക്ട്രിക്കൽ ഊർജ്ജമാക്കി മാറ്റിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സ്ട്രീറ്റുകളിലും വീടുകളിലുമാണ് പ്രകാശത്തിനായി സോളാർ എനർജി ഉപയോഗിക്കുന്നത്. സൗരോർജ്ജ താപമാണ് സൗരോർജ്ജത്തിന്റെ മറ്റൊരു ഉപയോഗം. വീടുകളിലും ഹോട്ടലുകളിലും കുടിക്കുന്നതിനായി വെള്ളം ചൂടാക്കാൻ സഹായിക്കും. അടുത്തതാണ് വാട്ട് ഈസ് ഹൈഡ്രോ എനർജി. ജലോർജ്ജം എന്നാൽ ജലത്തിന്റെ സഹായത്തോടെ ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് ജലോർജ്ജം. ഇന്ത്യയിലെ ബക്ര, നങ്കൽ പ്രൊജക്ട്, ദാമോദർ വാലി കോർപ്പറേഷൻ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും പ്രാദേശിക തലത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുകയും ചെയ്യും. അടുത്ത എട്ടാമതാണ് എക്സ്പ്ലെയിൻ വിൻഡ് എനർജി എന്നുള്ളത്. എന്താണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്? കാറ്റിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അതിനുവേണ്ടി തുറസായ പ്രദേശത്ത് കാറ്റിന്റെ മെഷീൻ സ്ഥാപിക്കുന്നു. കാറ്റടിക്കുമ്പോൾ മെഷീന്റെ ലീഫ് ചലിക്കുന്നു. അതുവഴി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ചെലവ് കുറഞ്ഞതും മലിനീകരണവുമാണ്. ഇത് മലമ്പ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ വൈദ്യുതി വിതരണം ചെയ്യാൻ ഗതികോർജ്ജം സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് വരികയാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് യൂസിങ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നാണ്. പരമ്പരാഗതമില്ലാത്ത ഊർജ്ജ ഉറവിടങ്ങളുടെ നേട്ടങ്ങൾ എന്തെല്ലാം? അവസാനിക്കാത്ത ഊർജ്ജ വിതരണം ഉണ്ടാവും. ലഭിക്കാൻ എളുപ്പമാണ്. മലിനീകരണ വിമുക്തമാണ്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വിതരണ ചെലവ് കുറവാണ്. ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വലിയ നിക്ഷേപം ആവശ്യമില്ല. പ്രാദേശിക ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നിവയാണ്. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ മലയാളത്തിൻ്റെ ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്.
ഗൾഫിലുള്ളവർക്ക് നാട്ടിലെ ലീവിന് വരുന്ന സമയത്തേക്ക് എക്സാം അറേഞ്ച് കൊടുക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള +2 SSLC നമ്മൾ നൽകുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.